മാഡം നമസ്കാരം. നമസ്കാരം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് മാനവീയം റോഡ് എന്ന് പറഞ്ഞ് ഒരു റോഡുണ്ട്. അവിടെ ഈ നൈറ്റ് ലൈഫ് കുറേ ഒരു 2 വർഷമായിട്ട് 2.5 വർഷമായിട്ട് നൈറ്റ് ലൈഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. അപ്പം മാഡം അവിടെ നിന്ന് സ്പീക്കറായിട്ട് സംസാരിക്കുന്നതും അതിലോട്ട് മെച്യൂറായത് പല സംസ്കാരങ്ങളിലൂടെയാണ്. അപ്പം നമ്മൾ ഈ സൊസൈറ്റിയിൽ പല സംസ്കാരങ്ങളിലൂടെയാണ് ഉയരുകയോ താഴുകയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പട്ടായയിലാണെങ്കിലോ തായ്ലൻഡിലാണെങ്കിലോ ആരും ഇതിനെക്കുറിച്ച് ഒന്നും പറയത്തില്ല. ഇപ്പം അതിർരേഖകൾ കുറിച്ച് ബൗണ്ടറീസിനെ കുറിച്ചാണല്ലോ മെയിനായിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ബൗണ്ടറീസ് വയ്ക്കുന്നത് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മാഡം ഈ സ്പീക്കർക്കോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഡ്രഗ് കൊടുത്തവനോ അല്ലെങ്കിൽ അവളെ മിസ്യൂസ് ചെയ്തവർക്കോ അല്ല. അതുകൊണ്ടാണ് ആ ബൗണ്ടറീസ് വെക്കുന്നത്. നമ്മൾ പല സംസ്കാരങ്ങളിലൂടെയാണ് വരുന്നത്. നമ്മുടെ സംസ്കാരം ഈ പറഞ്ഞ പോലെയുള്ള പല ബൗണ്ടറീസും ഉള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യണം പ്ലീസ്. കാരണം പിള്ളേരെ വഴിതെറ്റിക്കരുത്. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. സാർ ഇതിനെപ്പറ്റി കൂടുതൽ വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്കുമുണ്ട് ബൗണ്ടറീസ്. പക്ഷെ ഞാനും ആ ബൗണ്ടറീസിന് വെളിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ബൗണ്ടറിയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്നൊരു ഐഡൻറ്റിറ്റിയിൽ മാത്രം നമ്മൾ നിൽക്കേണ്ടി വരും. അതിനപ്പുറമായിട്ട് ശരിക്കും ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും എന്തെല്ലാം രീതിയിൽ എന്തെല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള സ്ത്രീകളുണ്ട്. നമ്മുടെ സംസ്കാരം, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഈ സോഷ്യൽ നോംസ്, അത് ഒരു റിലീജിയൻ മാത്രമല്ല, എല്ലാ റീജിയനും എല്ലാ കാസ്റ്റുകളും എല്ലാം ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അവളിൽ ഏൽപ്പിക്കാനുള്ള ഒരു ഏജൻ്റായിട്ട് എപ്പോഴും വീട്ടിലെ ആണുങ്ങളാണ് ആദ്യമായിട്ട് തന്നെ മുതിരുന്നത്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു സ്വർണ്ണമാല ഇട്ടുകൊണ്ട് വെളിയിലിറങ്ങുന്നു. അപ്പം അത് മോഷ്ടിക്കും എന്ന് പറഞ്ഞ് മാല ഇടാൻ പാടില്ല എന്ന് പറയുന്ന സമൂഹം സത്യം പറഞ്ഞാൽ അതൊരു ദയനീയ അവസ്ഥയാണ്. മാല ഇട്ടാൽ അത് മോഷ്ടിച്ചത് ആ ചെയ്യുന്ന ആളാണ് തെറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നത്, ഈ ബൗണ്ടറി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, എങ്ങനെ ആണുങ്ങൾക്കും ഇതിൽ ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ, ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ലെങ്കിൽ പോലും, ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ സ്ത്രീകൾ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു സ്ത്രീയെ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതൊരു നല്ല സമൂഹത്തിൻ്റെ ലക്ഷണമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏതൊരു സ്ത്രീക്കും ഏത് രാത്രിയിലും വെളിയിൽ ഇറങ്ങി നടക്കാനും തോന്നുന്ന കാര്യം ചെയ്യാനും കഴിയുന്ന ഒരു സമൂഹം തന്നെയാണ് എൻ്റെ കണ്ണിലുള്ള മികച്ച ഒരു സമൂഹം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേര് ജയ്പാൽ എന്നാണ്. 1980-കളിൽ ഏകദേശം 7 വർഷം നിങ്ങളീ പറഞ്ഞ ഭുവനേശ്വർ, കട്ടക്, പുരിയിലൊക്കെ ഉണ്ടായിരുന്നു, 7 വർഷത്തോളം. ആ സമയത്തും എല്ലാ ദിവസങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്, ആഹാരമൊക്കെ തരാറുണ്ട്. അവരുടെ സംസ്കാരം കണ്ട് അതിശയിച്ചു പോകും. അന്ന് 1980-ലെ കാര്യമാണ് പറയുന്നത്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അവിടെ എത്ര പെൺകുട്ടികളുണ്ടോ, 17 വയസ്സോ 18, 20 വയസ്സുള്ള കുട്ടികളെ വിളിച്ചിട്ട് അവർ പെൺമക്കളെ വിളിക്കുന്ന അമ്മയെന്നാണ് വിളിക്കുന്നത്. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത്, ഒന്ന് നോക്കിക്കേ. പിള്ളേർ ഫ്രണ്ടിൽ വരും, കുനിഞ്ഞ് നമസ്കരിച്ചിട്ട് ആഗ്യ നമസ്കാർ എന്ന അവരുടെ ഭാഷയും. ഇത് കണ്ട നമ്മൾ മറന്നുപോകും, നമ്മൾ ഒരു വേറൊരു കുടുംബത്തിൽ ചെന്നതുപോലെ. അതാണ് അവരുടെ സംസ്കാരം. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ സംസ്കാരം സാമ്പത്തികമായിട്ടും മറ്റും മുന്നേറ്റം ഇല്ലെങ്കിലും ഒറീസ നമ്മളെക്കാൾ വളരെ സംസ്കാര സമ്പന്നരാണ്. ഈ രഥയാത്ര എന്നൊരു പരിപാടിയുണ്ട്. 25 ലക്ഷം പേര് വരും. ഒരൊറ്റ ക്രൈം പോലും ഉണ്ടായിട്ടില്ല. ഞാനുള്ളപ്പോൾ ഈ 7 വർഷവും ആൻറ്റി വിമൻ ക്രൈംസ് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യും. അവിടെ ആൻറ്റി വിമൻ ക്രൈംസ് ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, നമ്മളൊന്ന് ചിന്തിക്കണം, ഇന്ത്യൻ ചരിത്രത്തിലെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രി നന്ദിനി സത്പതി ഒറീസയിലായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട്, കാരണം ഒറീസ ആസ് ഇറ്റ് ഈസ് ദേ ആർ വെരി യുണീക്ക്. കലാപരമായിട്ടും എല്ലാ ദിവസങ്ങളിലും കഥകളി പോലുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ടാവും രാത്രി. എന്നാലും സ്ത്രീകൾ പങ്കെടുക്കും ഈ പരിപാടികളിലൊക്കെ, ഡ്രാമാസ്, അതുപോലെ ഒഡീസി ഡാൻസൊക്കെ. പക്ഷേ വളരെ യുണീക്ക് ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
അതെ, ഈവൻ തമിഴ്നാട്ടിൽ പോലും സ്ത്രീകളെ അമ്മ എന്ന് വിളിക്കുന്ന അതാണ് ഒരു ഉത്തമമായിട്ടുള്ള സമൂഹം. ഞാനും യോജിക്കുന്നു. ലളിതാംബിക അന്തർജനം പറഞ്ഞല്ലോ. അപ്പം ഇതിന് സമൂഹത്തിലെ അനീതികൾക്കെതിരായി കുറേ പടപൊരുതുകയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ റെസ്ട്രിക്ഷൻസ്, ഇതിനൊക്കെ എതിരായിട്ട് അന്ന് സംസാരിച്ചിരുന്ന ഒരു ലെഗസിയാണ് ഉത്തരയ്ക്കുള്ളത്. അതിൻ്റെ 4ാമത്തെ തലമുറയിൽ പെടുന്ന ഉത്തര അന്തർജനവും ഇതേ കാര്യങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും പറയുകയാണ്. അന്നത്തെ ആ തുടർച്ച പോലെ 4ാമത്തെ തലമുറയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതിലെന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും അതേപോലെ കാര്യങ്ങൾ തുടരുകയെന്നാണോ, അതോ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകില്ല എന്നാണോ? ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ ഒരുപാട് അനിവാര്യമാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഇപ്പം കേരളത്തിൽ ഒരുപാട്, കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഡൗറി കൊലയും ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള സൂയിസൈഡും ഒക്കെ ഒരുപാട് നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും ഒരു ഐഡൻറ്റിറ്റി, ഒരു റോൾ ലിങ്ക്ഡ് ആയിട്ടാണ് നമ്മൾ സ്ത്രീയെ മനസ്സിലാക്കുന്നത്. അയ്യോ, അവൾ വിവാഹിതയാണ്, ഇനി അവൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്, തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും, സമൂഹം എന്ത് പറയും, ഇങ്ങനത്തെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും സ്ത്രീകൾക്കുണ്ട്. അപ്പം അത് ഒരു നല്ല സൂചനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞും ഈ സമൂഹത്തിൽ നമുക്ക് അതൊന്നുമില്ലെങ്കിലും സന്തോഷമായി ജീവിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പെട്രിയാർക്കിയിൽ സ്ത്രീകൾക്കും ഇതിൻ്റെ ഒരു പങ്കുണ്ട് എന്നൊരു സൂചന പോലെ പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇതിന് മുമ്പിലത്തെ തലമുറയിൽ ഇപ്പം നമ്മൾ കണ്ടാൽ, എൻ്റെ വീട്ടിലുള്ള സിറ്റുവേഷൻ പലതും വ്യത്യാസമാണ്. എന്നാലും നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം എൻ്റെ മുത്തശ്ശിയുടെ കാലഘട്ടത്തിലൊക്കെ ഉള്ളൊരു സ്ത്രീകൾ എല്ലാം ഉണ്ടാക്കി മകന് കൊടുക്കുന്നു. മകനൊന്നും അറിയേണ്ട കാര്യമില്ല, എല്ലാ റെസ്പോൺസിബിലിറ്റിയും അമ്മ തന്നെ വഹിക്കുന്നു. ഇപ്പം ഞാൻ ഒരു കോൺട്രവേഴ്സിയിലോട്ട് പോകാൻ താല്പര്യമില്ല, എന്നാലും റീമ കല്ലിങ്കിൽ ഒരു മീൻ കഷ്ണത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇവിടെ വളരെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മകന് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മകനും 2 പെൺമക്കളും ഉണ്ടെങ്കിൽ മിക്കവാറും അത് മകന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ കുടുംബത്തിലെ ആണിന് മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. അതൊരു നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലുള്ള ഒരു പേട്രിയാർക്കിയൽ ആയിട്ടുള്ള ഒരു തോട്ടിൻ്റെ പ്രോസസ്സായിട്ടാണെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. അത് പിന്നീട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പിന്നെ അടുത്ത തലമുറ ഭാര്യ വരുമ്പോഴത്തേക്കും അയ്യോ അവനെ കൊണ്ട് ദോശ ഉണ്ടാക്കിക്കുന്നു, അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നു, ഇത് ചെയ്യിക്കുന്നു. ആ മുത്തശ്ശിക്ക് അല്ലെങ്കിൽ ആ ഒരു അമ്മൂമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം സ്ത്രീ തന്നെ, ഞാൻ എത്രയോ സ്ത്രീകളെ, ഒരു സൂപ്പർ വുമൺ എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തിലുള്ള സ്ത്രീകൾ ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി, കുട്ടികളെ നോക്കി, കുക്കും ചെയ്ത്, എന്നാൽ ഓഫീസിലും പോയി, ഓഫീസിലും നന്നായിട്ട് അവിടെ പല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കി, പിന്നെ കാർ ഓടിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയേണ്ട, അതിനപ്പുറമായിട്ട് മിടുക്കിയായിട്ടുള്ളൊരു സ്ത്രീയില്ല. അതിൻ്റെ പല ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് പോർട്രയൽസ് കാണാം. ചിരിച്ചുകൊണ്ട് ഒരു കയ്യിൽ കുഞ്ഞിനെയും പിടിച്ച് ഒരു കയ്യിൽ ചപ്പാത്തി പലകയൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ, ദാറ്റ് ഈസ് അവർ കോൺസെപ്റ്റ് ഓഫ് സൂപ്പർ വുമൻ. ഒരു സൂപ്പർമാനെ പോലെ പറക്കാൻ ചിറകുകളോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ച് ഇതാക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ആണിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ഒരു ഭാവനാത്മകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ സൂപ്പർ വുമൺ ഒരു ഭാവനാത്മകമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഉള്ളിലെ എല്ലാ വീട്ടിലും നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ സൂപ്പർ വുമൺ എന്ന് പറയുന്നത്. പക്ഷെ അതിന് കുറേയും കൂടെ ആണുങ്ങളും കൂടെ ഈക്വലി റെസ്പോൺസിബിൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്നാലേ ആ ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം ഇനി മുതൽ മുമ്പിലോട്ട് പോവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതാണ് ഞാൻ പറഞ്ഞത്. പേട്രിയാർക്കി ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളും കൂടെ ചേർന്നിട്ടാണ് അതിനെ, എപ്പോഴാണോ നീ പെണ്ണായതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്, അപ്പോൾ അവിടെ അത് ലംഘിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പേട്രിയാർക്കി മുന്നിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. കഴിഞ്ഞ 12 മാസത്തിൽ
ഒറീസയിൽ നടന്ന സ്ത്രീകൾക്കിടയിൽ നടന്ന ക്രൈം 37,661 അതിൽ അബ്ഡക്ഷൻ, നോൺ ഡൗറി ടോർച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളുമുണ്ട്. അതിലൊരു തെറ്റിദ്ധാരണ എപ്പോഴും പറയേണ്ടത്, ഇന്ത്യയിൽ ഏറ്റവും അധികം ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും അധികം ക്രൈം നടക്കുന്നത് കേരളത്തിൽ ആണ് എന്നല്ല. ഇപ്പോൾ ഇദ്ദേഹം ഒറീസയിൽ പത്രങ്ങളിലായിരിക്കുമല്ലോ അത് വായിക്കുക, വാർത്ത കുറവായിരിക്കും. കാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലല്ലേ പത്രത്തിൽ വാർത്ത വരൂ. അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ആക്രമണം നടന്ന ഒരു ഫാമിലി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് അത് കേസ് ഫയൽ ചെയ്ത് പത്രപ്രവർത്തകരെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചാലല്ലേ അത് പുറത്തറിയപ്പെടൂ. നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും അധികം പീഡനം ഏൽക്കുന്നത് വീടുകളിലാണ്. ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് ബന്ധുക്കളായിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം കുട്ടികളെ പുറത്താക്കുമോ? ചോദ്യം അതാണ്. മാനവീയം വിധി ഏറ്റവും സേഫായ സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുടെ അച്ഛനാണ്. പാരന്റിങ് എന്ന് പറയുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വം മാത്രം ഉറപ്പുവരുത്തുന്നതല്ല, കുട്ടികളെ സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കുന്നതാണ്. എൻ്റെ മകൾക്ക് മാനവീയ വിധിയല്ല, ഏത് സിറ്റിയിൽ ഏത് രാത്രി പോയാലും എങ്ങനെ സ്വയം സുരക്ഷ കണ്ടെത്താമെന്നും അവർക്ക് വേണ്ടി ആ പൊതു ഇടങ്ങളെല്ലാം സുരക്ഷ ഉള്ളതാക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഞാൻ ഏർപ്പെടുമ്പോഴുമാണ് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. അല്ലാതെ എൻ്റെ മകളെ അവൾ മരിക്കുന്നത് വരെ അവൾക്ക് എസ്കോട്ടായി പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. മരിക്കുന്നത് വരെ അവൾക്ക് വേണ്ടി എവിടെ പോകണം, എന്ത് ചെയ്യണം, ആരോട് സംസാരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. അവളെ ഉത്തമയായിട്ട് പൗരയാക്കാനും അവളും ഞാനും പോകുന്ന പൊതു ഇടങ്ങളെ സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. മാഡം ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ. ഇപ്പം മാഡം പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ സെൽഫ് എക്സ്പ്രഷൻ വളരെ പൊയറ്റിക്കായിട്ട് ആ ഒരു സന്ദർഭം മാഡം പറഞ്ഞു. അത് സ്ത്രീക്ക് മാത്രമുള്ളതല്ല, എല്ലാ മനുഷ്യർക്ക് പൊതുവേ ഉള്ള ഒരു സംഭവമാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പലപ്പോഴും തടുക്കുന്നത് എന്താ? പൈസ തന്നെയാണ്. നമുക്ക് ഇതൊക്കെ ചെയ്യാനും ആസ്വദിക്കാനും അത്യാവശ്യം സാമ്പത്തിക ഒരു ഭദ്രത വേണം. അപ്പം ഇത് സ്ത്രീകളുടെ ഇഷ്യൂ എന്നുള്ള മട്ടിൽ മാഡം പറഞ്ഞത് ഏത് വിഭാഗം സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. 1. 2, പുരുഷനും ഇതുപോലെ പല ഈ സാമ്പത്തികവും സാമൂഹികവും കുടുംബപരവുമായ ഒരുപാട് കെട്ടുപാടുകളിൽ കിടക്കുന്ന ആളുകളായതുകൊണ്ട് ചിലപ്പോൾ ഈ സെൽഫ് റിയലൈസേഷൻ ഒന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതൊരു സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണോ? ഞാനവിടെ സെൽഫ് എക്സ്പ്രഷനെ പറ്റിയല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. സാമ്പത്തികമായിട്ടും പല ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവാറുണ്ട്. മാനസികമായിട്ട്, സാമ്പത്തികമായിട്ട്, ചിലപ്പോൾ ഹെൽത്ത് പരമായിട്ട്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം സ്ത്രീകളുടെ ബൗണ്ടറി, അതായത് സ്ത്രീകൾക്ക് എത്രത്തോളം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഒരു സ്ത്രീ ഒരു ഭർത്താവിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം, ഒരു ഫാമിലി ആയിട്ട് പോവുകയാണ്. അന്ന് ഭർത്താവിന് മിക്കവാറും കുളിച്ച് ഒരുങ്ങി റെഡിയായി, ഡ്രസ്സ് ചെയ്ത് കാറൊക്കെ റെഡിയാക്കി, അല്ലെങ്കിൽ പോകാനുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കി, അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളാണ് ആ വീട്ടിലെ ആണിന്, ആ ഹസ്ബൻഡിനുള്ളത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുപാട് ഉത്തരവാദിത്തങ്ങൾ വീട്ടിൽ നിന്ന് തിരിക്കുന്നത് മുതൽ യാത്രയ്ക്ക് പോകുമ്പോഴും തിരിച്ചു വരുന്നത് വരെയുണ്ട്. ഹസ്ബൻഡിന് ഇന്നതാണ് ഇഷ്ടം, അദ്ദേഹത്തിന് ഇത് ഇഷ്ടമല്ല, ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് മനസ്സിൽ എപ്പോഴും ഇങ്ങനത്തെ പല ഐഡൻറ്റിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷെ എപ്പോഴും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകണം എന്ന് കരുതിയാൽ, അതായത് രാത്രിയാണെങ്കിൽ പോലും ഇത്തരത്തിൽ, എനിക്ക് അന്ന് ഞാൻ സോളോ ട്രിപ്പ് ചെയ്തതുകൊണ്ടും അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടുമാണ് എനിക്കത് വേറെ ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ എനിക്കവിടെ ഒരു വുമൺ എന്നുള്ള നിലയ്ക്ക് എനിക്കവിടെ നിന്ന് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞത്. അതിനെപ്പറ്റിയാണ് ഞാൻ അവിടെ സംസാരിച്ചത്. അല്ലാതെ ആണുങ്ങൾക്ക് വേറെ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതില്ല എന്നും, അല്ലെങ്കിൽ അതുമായിട്ടല്ല, അത് വേറെ വിഷയമാണ്. ഞാനിവിടെ സംസാരിച്ച വിഷയം ഈ പർട്ടിക്കുലർ വിഷയം, അതായത് ഈവൻ രാത്രി പോലും നടക്കാനും യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ആ അൾട്ടിമേറ്റ് എക്സ്പ്രഷനുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് വേണം. അതിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പറയാനുള്ളത്, പണ്ട് തൊട്ടേ സ്ത്രീകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ശബ്ദമുയർത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തം പേഴ്സണൽ അഭിപ്രായം പറയുകയെന്ന് വെച്ചാൽ, പണ്ടത്തെക്കാട്ടിലും
സമൂഹം വളരെ വളരെ വഷളായിക്കൊണ്ടിരിക്കുക ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. കാരണം ഞാൻ ഞാൻ വളരെ ഒരു കുഗ്രാമത്തിൽ ആണ് ജനിച്ച് വളർന്നത്, നൃത്തമില്ലാത്തൊരു സ്ഥലത്താണ്. അപ്പം ഞാൻ പല വീടുകളിലും, അതായത് ഇല്ലങ്ങളിൽ, തൃപ്പൂണിത്തുറ, തൃശ്ശൂർ, പല സ്ഥലത്തും അവിടെ ധാരാളം ആൺകുട്ടികളുണ്ട്, കൂട്ടുകുടുംബമാണ്. അവരുടെ കൂടെ വളരെ ധൈര്യസമേതം ഒരു പേടിയില്ലാതെയാണ് എന്നെ വിട്ട് പഠിപ്പിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് എത്ര പേരൻസ് അങ്ങനെ കുട്ടികളെ ഒരു പരിചയമില്ലാത്ത വീട്ടിൽ ഒരു ഇതുമില്ലാതെ അങ്ങ് വിടും? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആരും ധൈര്യപ്പെടില്ല. അന്ന് എനിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഡാൻസ് കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞ് ഒക്കെ രാത്രി ഇരുട്ടത്ത് വീടുകളിൽ 8-8:30 മണിക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. എനിക്ക് പേടിയില്ല. അന്ന് പേടി വഴിക്ക് വല്ല പട്ടികളുണ്ടാവോ, പകൽ സമയത്ത് ചെറു വഴി കൂടെ പോകുമ്പോൾ കാളകൾ വരുമോ, മനുഷ്യനെ അന്ന് പേടിച്ചിരുന്നില്ല. ഇന്ന് ശരിക്കും സമൂഹം സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാലും ഇപ്പം പേടിയാണ്. സൂര്യ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഈ തൈക്കാട് ജംഗ്ഷനിൽ ചെന്ന് 8:45 കഴിഞ്ഞാൽ ഓട്ടോ കിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പേടിയാവും. ഞാൻ വിചാരിക്കും, അയ്യോ ആൾക്കാർ ഓട്ടോ കിട്ടുന്നില്ലോ, ഇനി എന്ത് ചെയ്യും. ഇങ്ങനെ പതുക്കെ നിർത്തിപ്പോവും, ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കണു. അപ്പം ഇപ്പോഴും നമുക്ക് ധൈര്യമായിട്ട് ഒരു 10 മണിക്ക് പോലും നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു ധൈര്യം, ഒരു ഇത് ഇപ്പോഴും സമൂഹത്തിലില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പണ്ട് ഇത്ര ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അമ്മയാണ്. എനിക്കിതിന് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, പണ്ട് 8 മണിക്ക് ശേഷം സ്ത്രീകൾ വെളിയിൽ ഇറങ്ങില്ല എന്ന് ബൈ ഡിഫോൾട്ടായിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇപ്പം സ്ത്രീകൾക്ക് 8 മണിക്ക് ശേഷം വെളിയിൽ ഇറങ്ങേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ നേരത്തെ എത്രത്തോളം ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നും ഇപ്പോൾ എത്ര ക്രൈം രേഖപ്പെടുത്തുന്നു എന്നുള്ളതിലും ആ വ്യത്യാസമുണ്ട്. നമ്മുടെ ചുറ്റും നമ്മൾ ഈ ക്രൈം കാണുന്തോറും നമുക്ക് പേടിയാവും. അന്നും ഇന്നും സ്ത്രീകൾക്കെതിരെയും അല്ലാത്ത രീതിയിലുമുള്ള ക്രൈം റേറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ആൾക്കാർ കുറച്ചും കൂടെ അതിനെപ്പറ്റി അവെയറാണ് എന്നാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്.